പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പഴയ വിദ്യാർത്ഥി കൂടിയായ ജിയാറാണ് പഴയ ആളുകളെല്ലാവരും ഒരുമിച്ച് എത്തിയതാണ് കാണുന്നത്. SMB സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് പങ്കെടുക്കാനായി പൂർവ്വ വിദ്യാർത്ഥിയായ മന്ത്രി GR അനിലും എത്തിയിരുന്നു. അദ്ദേഹം സഹപാഠികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. പഠിക്കുന്ന കാലഘട്ടത്തിൽ 10 പൈസക്ക് കിട്ടിയിരുന്ന ഉണ്ണിയപ്പത്തിന്റെ ഓർമ്മയായിരുന്നു അയവിറക്കിയത്. ആ ഉണ്ണിയപ്പം ഇന്നും ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇവിടെ കെങ്കേമമായി തന്നെ വിൽപ്പന നടത്തിയിരുന്നു. വിൽപ്പനയല്ല, സത്യത്തിൽ എല്ലാവർക്കുമുള്ള വിരുന്നായി ഒരുക്കിയിരുന്നു. ഈ ഒരു സംഗമത്തിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് ഷിഹാൻ. ഓർമ്മകൾ SMB സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രദീപ് പറഞ്ഞതുപോലെ, മറ്റ് നമ്മുടെ അധ്യാപകരും അനധ്യാപകരും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മകൾ ഒരുപാടുണ്ട്. ഒരു 4-5 വർഷമേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. സുനിൽ CPN അടക്കമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ഒരുപാട് മുഖങ്ങൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ റൂമിൽ എന്നെയും സുനിൽ CPNനെയും വിജയനെ അടക്കം 5 പേരെ തിരിച്ചു നിർത്തി നന്നായിട്ട് തല്ലിയിട്ടുണ്ട്. തല്ലെന്ന് വെച്ചാൽ അതൊരു 1.5 മാസം എടുത്തു ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി. വേറൊന്നുമില്ല, ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചതിന് അതിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ നിന്ന ആൾക്കാരെന്ന നിലയിലാണ് സുനിൽ CPNനെയും എന്നെയും അടക്കമുള്ള ആൾക്കാരെ തല്ലിയത്. ഇപ്പോഴും എനിക്ക് വിരുദ്ധാഭിപ്രായമുള്ളത്, തല്ലിയ ഉടനെ ഒരാൾ ചൂരിലെടുത്ത് കാണിച്ചാൽ അപ്പോൾ കേസ് കൊടുക്കുന്ന പാരൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അതാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ആക്രമണവാസനയും അതുപോലെ മറ്റ് ലഹരി ഉപയോഗത്തിലേക്ക് മുന്നിൽ വരാൻ കാരണമായിട്ടുള്ളതാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നല്ല തല്ല് കൊടുത്താൽ നന്നാവുമെങ്കിൽ, പാരൻസിന് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് കുട്ടികളെ നല്ലതാക്കി വളർത്താനായിട്ട് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്നു. ഈ സ്കൂളിൻ്റെ ഓരോ മണ്ഡലിയും ഓരോ ഫോണും ഞങ്ങൾക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. മിക്കവാറും ഇലക്ഷനും അതുപോലെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും വരുമ്പോൾ തലേദിവസം രാത്രി ആഹാരം പോലും കഴിക്കാതെ ഇതിൻ്റെ മുന്നിൽ സജീവമായി പ്രവർത്തിച്ച് കൊടിതോരണങ്ങൾ കെട്ടാനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ GR അനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കാം. അങ്ങനെ നിരവധി ഓർമ്മകൾ, തല്ലുകൊള്ളിൻ്റെയും തല്ലുകൊടുത്തതിൻ്റെയും തല്ലുകൊടുത്തതും കൂടെ പറയണമല്ലോ, തല്ലുകൊണ്ടതും കൊടുത്തതും. അതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന് തലവേദനയായിട്ടുള്ള സ്കൂള് ഏതെന്ന് വെച്ചാൽ ആദ്യത്തെ പേര് തിരുവനന്തപുരം SMB സ്കൂൾ എന്നാണ്. യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന സ്കൂളാണ്. 3000 മെമ്പർഷിപ്പാണ്. ഞാൻ ഇവിടെ സ്കൂൾ ലീഡർ ആയിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് മെമ്പർമാരെ ചേർത്തത് 3000 പേരെയാണ്. അങ്ങനെ വിദ്യാർത്ഥി പ്രതിനിധികളിൽ സംസ്ഥാന സമ്മേളനത്തിൽ സ്കൂളിൽ നിന്നും വെടിയേറ്റാവുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു ഞാൻ. വളരെ ലൈവായിരുന്നു. ഇവിടെ പഠിച്ച ഞങ്ങൾ എല്ലാവരുടെയും ഊർജ്ജം എന്ന് വെച്ചാൽ അന്നും ഇന്നും SMB സ്കൂളാണ്. ഒരു കാര്യം അറിഞ്ഞത്, മിനിസ്റ്ററിനെ കാണാൻ പോയപ്പോഴാണ് അറിഞ്ഞത്, അദ്ദേഹവും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അതുപോലെ CB ബാലൻ മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹവും ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. ഇവിടെ പഠിച്ച് ഇറങ്ങിയ എനിക്ക് തോന്നുന്നത് ആരും ഉണ്ടാവില്ല, ഏതെങ്കിലും നിലയിൽ നേരാവണ്ണം ജീവിക്കാൻ കഴിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വളരെ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ. അവരെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും അങ്ങനെ കാണുകയാണെങ്കിൽ സതീർത്ഥ്യരുടെ ശക്തമായ കൈകൾ അവരുടെ ഒപ്പം ഉണ്ടാവും. അതുപോലെ വേറെ നല്ല ഓഫേഴ്സ് ഇന്നലെ നമ്മുടെ ഒരു മെമ്പർ ലയൺസ് ക്ലബിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അടുത്ത പ്രവർത്തനം ഗുരുവന്ദനം, അങ്ങനെ നിരവധി പ്രവർത്തനം സജീവമായി. ഈ സ്കൂൾ ഞങ്ങളാക്കിയ സ്കൂള്, ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ശക്തമായ ഒരു കമ്മിറ്റിയാണ് സതീർത്ഥ്യരുടെ എന്ന് പറഞ്ഞ കമ്മിറ്റിയിലുള്ളത്. ഒരാളും ഒരു ലാഭേച്ഛയും കൂടാതെ, ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലാതെ, രാഷ്ട്രീയമില്ല, ഇതിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാവരുടെയും ഒരു സംയുക്തമായ ഒരു കമ്മിറ്റി. ഈ കമ്മിറ്റി നമ്മുടെ പൂർവ്വ അധ്യാപകരും അതുപോലെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചവരും നമുക്ക് വിമർശനങ്ങൾ തന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞവരടക്കം അവസാനം തോറ്റുമടങ്ങുന്ന രീതിയിൽ ഈ പ്രവർത്തനം കഴിഞ്ഞ 4 ദിവസം മുമ്പ് വരെ ഇതിന്റെ കുടുംബസംഗമം ഏത് രീതിയിൽ പര്യവസാനിക്കും എന്നുള്ളതൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അർത്ഥവത്തായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കമ്മിറ്റി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ 145ഓളം ആൾക്കാരുടെ കുടുംബങ്ങളിലൂടെ എത്തിയത്. ഇത് ആദ്യത്തെ കുടുംബസംഗമമാണ്. ഇതിനകത്ത് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു പരിപാടി കുടുംബസംഗമം എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നടത്തിയിട്ടുള്ളത് നടത്താൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഇതിന്റെ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട്
എല്ലാ വർഷവും നമ്മൾ ഇത് ഒരു വലിയ പരിപാടിയായിട്ട് സംഘടിപ്പിക്കുകയാണ്. കുടുംബ സംഗമം മാത്രമല്ല, ഗുരുവന്ദനം, അതുപോലെ മറ്റ് കുട്ടികളെ സഹായിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ. നേരത്തെ പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളിലും, ഫലവൃക്ഷങ്ങളിൽ നിന്നും ഞങ്ങൾ 83 തൊട്ട് 90, 88 വരെയുള്ള കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥികളും ഇവിടുത്തെ ഒരു ഫലവൃക്ഷങ്ങളിൽ നിന്നും എന്തെങ്കിലും കഴിക്കാതെ പോയിട്ടുള്ള ആരും ഉണ്ടാവില്ല. അത് കാശുണ്ടായിട്ടല്ല, കാശില്ലാച്ചിട്ടാണ്, വിശന്നിട്ടാണ്. ഞാൻ പറഞ്ഞു, രാത്രി ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴത്തേക്കും പുറത്തു പോയി ആഹാരം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു സാമ്പത്തികമായിട്ട് അന്ന്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫേസ് ചെയ്ത ജീവിത അവസ്ഥകളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വിവിധ മുഖങ്ങളിൽ, വിവിധ മേഖലകളിൽ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കരുത്തുള്ള മനസ്സ് ഉണ്ടാക്കിയെടുത്തത് എല്ലാത്തിൻ്റെയും ബേസ് എൻ്റെ സ്കൂള്, ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. പറയാൻ ഒരുപാടുണ്ട്. നമ്മുടെ മന്ത്രി ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് പോകാനുള്ളത് കൊണ്ടും അതുപോലെ അദ്ദേഹത്തെ അങ്ങനെ അധികം സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടും സംസാരിക്കുന്നത് ഞാൻ കുറേശ്ശെ കുറയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു കാര്യം കൂടെ, നമ്മുടെ സ്കൂളിന്റെ മണി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ സ്കൂളിനെ പറ്റി നേരത്തെ GS പ്രദീപ് പറഞ്ഞതുപോലെ സ്കൂളില് ലൈബ്രറി 83-85 കാലഘട്ടത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ ലൈബ്രറി ഉള്ളത് നമ്മുടെ SMB സ്കൂളിലാണ്. ഒരു പ്രിന്റിംഗ് യൂണിറ്റ്, ബുക്ക് പ്രിന്റ് അടക്കമുള്ള ഒരു പ്രിന്റിംഗ് യൂണിറ്റ്, പ്രസ് ഉണ്ടായിരുന്നത് ഈ സ്കൂളിലാണ്. സൗജന്യമായി സദ്യ പോലെയുള്ള ചോറും കറികളും അടക്കം ചോറ് കൊടുത്തിട്ടുള്ള സ്കൂൾ നമ്മുടെ സ്കൂളാണ്. മോൾഡിങ്ങിന് യൂണിറ്റ് ഉള്ളത് ഈ സ്കൂളിലാണ്. അതുപോലെ ഞാൻ അതിശയത്തോടുകൂടി കണ്ടിരുന്നത്, ഞാൻ ചെട്ടിക്കുളങ്ങര സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ബെല്ലടിക്കുമ്പോഴത്തേക്കും എല്ലാ ക്ലാസ്സിൽ നിന്നും കുട്ടികൾ ലൈനായിട്ട് അസംബ്ലിയിലേക്ക് വരുന്നത് കണ്ടത് ഈ സ്കൂളിലാണ്. ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് ഇതിനകത്തെല്ലാം. അപ്പൊ നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഏറ്റവും വലിയൊരു മണി നമുക്കിവിടെ ഉണ്ടായിരുന്നു. ആ മണി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം ലീഡേഴ്സിന് പറയുന്ന മണി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ഗീതത്തിലേക്ക് കയറിയ ശേഷം സ്വാഗത പ്രസംഗിനെ വിളിക്കാം. നമുക്ക് ആ മണി ഒന്ന് അടിക്കാം പ്ലീസ്. താങ്ക് യു. മനോരഞ്ജന മനസ്സിൻ്റെ രണ്ടാമത്തെ ലൈവിലേക്ക് ഒന്നുകൂടെ നമ്മൾ പോവുകയാണ്. ഇവിടെ ജിയാറാനും ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ലൈവാണ് ഇപ്പം പ്രേക്ഷകർ കാണുന്നത്. എൻ്റെ ലൈവിലേക്ക് പോകാം. SMB സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ GR അനിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അശ്വമേധം GK പ്രദീപ് ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ പഴയ കഥകളും അതോടൊപ്പം തന്നെ ഓർമ്മകളുമായി അവർക്ക്. എന്നാലും ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് പോകാം. പോയി എന്തായാലും വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുകയാണ്. SMB സ്കൂൾ മാത്രമല്ല, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കാലയളവായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഓരോരുത്തർക്കും പ്രൈമറി തലം മുതൽ ഓർമ്മയുള്ള ആ പ്രൈമറി തലം മുതൽ ഹൈസ്കൂൾ വരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള കാലയളവാണ് എന്ന് നമ്മൾ ഓർക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അധ്യാപകരെ മിക്കവാറും എല്ലാം മനസ്സിലുള്ള അധ്യാപകരാണ്. പക്ഷെ പേര് അറിയില്ല, ഇരട്ട പേര് നമുക്കറിയാൻ പറ്റും. അപൂർവം ചില അധ്യാപകരുടെ മാത്രമേ പേരറിയാൻ പറ്റൂ. ആളിനെ കണ്ടാൽ ഞാനാണെന്ന് തിരിച്ചറിയാം. സത്യത്തിൽ ഈ സ്കൂളിൻ്റെ ഒരു വഴിമാറി നമ്മളിന്ന് കാണുന്ന പ്രശസ്തിയിലേക്ക് എത്തി തുടങ്ങിയത് തമ്പി സാറിൻ്റെ കാലയളവിലാണ്. തമ്പി സാറിൻ്റെ ആ പെരമ്പ് പുറകിൽ വെച്ച് നടക്കുന്ന രംഗം ഇപ്പോഴും നല്ല ഓർമ്മയിലാണ്. ഞാൻ 78 SLC കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയ ബാച്ചിൽപ്പെട്ട വിദ്യാർത്ഥിയാണ്. എൻ്റെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ അന്ന് മാത്യു സാറാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത്ര സജീവമായിരുന്ന കാലമല്ല. കോളേജിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. എന്നാൽ അന്ന് ഈ സ്കൂളിലെ A ഡിവിഷനിലെ ഗിരീഷാണ്. അതുപോലെ അന്ന് A ഡിവിഷനിലുള്ള പല വിദ്യാർത്ഥികളും പലരുടെയും മുഖം ഓർമ്മയിൽ വരുന്നുവെന്നല്ല, പേരുകൾ കൃത്യമായിട്ട് പറയും. എൻ്റെ ക്ലാസ്സിലെ ഗോപകുമാറായിരുന്നു ക്ലാസ് ലീഡറായിരുന്നു. കുന്നുപുറത്ത് താമസം അവിടുന്ന് വന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സിലെ ബൈജു ചന്ദ്രൻ, ബൈജു അല്ല, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറിയ, അതുപോലെ നിരവധി മുഖങ്ങൾ, ഗിരീഷ്, നമ്മുടെ
CPM-ൻ്റെ നേതാവായിരുന്ന രാജീവിൻ്റെ സഹോദരൻ ഗിരീഷ്. അദ്ദേഹം പിന്നെ സിനിമ നാടകരംഗങ്ങളിലേക്കൊക്കെ പോയി. പല മുഖങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ തൊട്ടടുത്ത ആ പ്രസ് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. വർഷം എത്ര കഴിഞ്ഞതാണെങ്കിലും ആ പ്രസ്സിൽ അവധിക്കാലങ്ങളിലും അവധി ദിവസങ്ങളിലും വന്ന് വർക്ക് ചെയ്തിരുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വരുമാന മാർഗമായിരുന്നു ആ പ്രസ്. ഇന്നത്തെ പോലെയുള്ള ജീവിത സാഹചര്യമല്ലല്ലോ അന്ന്. നല്ല സമ്പന്ന കുടുംബങ്ങളിലുള്ളവർക്കാണെങ്കിൽ പോലും ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടാൽ തീരാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. SME സ്കൂളെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂണിഫോമിൻ്റെ പുറത്ത് ഷർട്ടുകൾ ഇടുന്നത്. അങ്ങനെയായിരുന്നു അന്ന് വന്നു. SME സ്കൂളെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്കൂളായിട്ടല്ല. SME സ്കൂളാണോ സെൻറ്റ് ജോസഫ് ആണോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളാണെന്ന് അറിയാതിരിക്കാൻ യൂണിഫോമിൻ്റെ പുറത്തുള്ള ഒരു ഷർട്ടുകൾ ഇട്ടു. അങ്ങനെയുള്ള ഒരുപാട് കുസൃതനങ്ങളെല്ലാം ആ കാലഘട്ടത്തിലെ ഓർമ്മയിൽ കടന്നു വരുന്ന വിഷയങ്ങളാണ്. ഞാനിന്നിപ്പോൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്തായാലും നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചത് തമ്പി സാറിൻ്റെ ആ കാലഘട്ടത്തിലെ ഇടപെടലാണ്. അതാണ് നമ്മുടെ സ്കൂളിന് മോഡൽ സ്കൂളായി മാറാൻ, അത് കഴിഞ്ഞ് നല്ല റിസൾട്ട് കൈവരിക്കാൻ, അതിലൂടെ കേരളത്തിലെ ഏറ്റവും ഒന്നാം നിലയിലുള്ള വിദ്യാലയങ്ങൾ ഒന്നായി മാറാനെല്ലാം കഴിഞ്ഞു. ഞാൻ തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായി, അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോൾ ഈ സ്കൂളിലാണ് ഉച്ചക്കഞ്ഞി ഒഴിവാക്കി ഉച്ചഭക്ഷണം ഊണിലേക്ക് മാറിയ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഇതാണ്. അന്ന് ഭക്ഷ്യമന്ത്രിയായിരുന്നത് C. ദിവാകരനാണ്. ഞാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഈ സ്കൂളിൽ കഞ്ഞി ഒഴിവാക്കി ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്കൂളിൽ വെച്ചാണ് ആദ്യമായി ഉച്ചഭക്ഷണം എന്ന കഞ്ഞി മാറ്റി ഊണിലേക്ക് നമ്മൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ ആ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ജയശ്രീ ബാലജനസഖ്യയാണ് നമ്മൾ നടത്തുന്ന നാടകം. എപ്പോൾ ഓർമ്മയുണ്ടോ? അതിൽ ഞങ്ങൾ ഒരു ബാച്ച് ഒരു തവണ മത്സരത്തിന് പോയി, സെക്കൻഡ് എന്തോ കിട്ടി. അതെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരവസരം ഒരു സംഘടന രൂപം കൊടുക്കുകയും ആ സംഘടനയുടെ ഭാഗമായി എല്ലാവരെയും അറിയിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതല്ലെങ്കിൽ എനിക്കും പങ്കെടുക്കാൻ കഴിയുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, നമ്മുടെ അന്നത്തെ ക്ലാസ് റൂം നേരെ എതിർവശത്ത് കാണുന്ന രണ്ടാമത്തെ ക്ലാസ് മുറിയാണ്. ക്ലാസ് മുറികൾ, ഈ തരത്തിലുള്ള ക്ലാസ് മുറികൾ കേരളത്തിൽ ഞാൻ ഒരു സ്കൂളിൽ കണ്ടിട്ടില്ല. കാരണം ബെഞ്ചും ഡെസ്കും കൂടെ യോജിപ്പിച്ചിരിക്കുന്ന സംവിധാനമാണ്. അത്തരം ക്ലാസ് മുറികൾ വേറെ ഇടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, സ്റ്റെപ്പായിട്ട് തന്നെ ഏറ്റവും പുറകെ ഇരിക്കുന്ന വിദ്യാർത്ഥിയെയും അധ്യാപകനെ കാണാൻ കഴിയുന്ന, ഓരോ വിദ്യാർത്ഥിയെയും ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ് മുറികളാണ്. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഈ സ്കൂളിലേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തുള്ള കൗണ്ടിങ് സ്റ്റേഷനായിരുന്ന സമയത്താണ്. എൻ്റെ 2 ഇലക്ഷൻ്റെയും കൗണ്ടിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ്, അപ്പുറത്തെ ഓലക്കട്ടത്തിൽ വെച്ചാണ് കൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ സ്കൂൾ കെട്ടിടം പൊളിക്കുന്നതിനെ കുറിച്ചാണ് ശ്രീ വിനോദ് എന്നോട് സൂചിപ്പിച്ചത്. എന്തായാലും അത് നിലനിർത്താൻ, പൈതൃക ഒരു വിദ്യാലയ ബിൽഡിംഗ് ആയതുകൊണ്ട് അത് നിലനിർത്താൻ എന്തൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ വിദ്യാലയം ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനം എന്ന നിലയിൽ എക്കാലവും ഓർക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞിട്ട് നേരെ MG കോളേജാണ്. MG കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ലോ അക്കാഡമി. ഇങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസം പോയത്. അത് കഴിഞ്ഞ് കൂടുതൽ സമയവും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് തന്നെ ക്ലാസ്സുകളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ക്ലാസ്സിൽ പൂർണ്ണമായിട്ടിരുന്ന് പഠിച്ചത് SME സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ്. SME സ്കൂൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറഗുലറായിട്ടാണ് ക്ലാസ്. ഡിഗ്രിക്ക് എത്തുന്ന യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ എത്തുമ്പോൾ അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമാണ് ക്ലാസ് മുറിയിലിരിക്കുന്നത്. ബാക്കി സമയമെല്ലാം പുറത്താണ്. എന്തായാലും നമ്മുടെ അധ്യാപകരുടെ ശിക്ഷണം
നമുക്ക് നല്ല നിലയിലേക്ക് മാറാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുമാത്രമല്ല, എല്ലാ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് നമ്മുടെ അധ്യാപകരുടെ നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിൽ അവർ വഹിച്ച പങ്കാണ് എപ്പോഴും ഓർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ അറിയിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമ പരിപാടി വളരെയേറെ സന്തോഷത്തോടു കൂടി, അതിലേറെ എന്നെക്കാൾ മുതിർന്ന സീനിയറായിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ ഈ വേദിയിലുണ്ട്. അതിനിടയിലും എനിക്ക് മന്ത്രിയായതുകൊണ്ടാണ് എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ചത്. അതല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടകനാകണമെന്നില്ലല്ലോ. എന്തായാലും ആ കൃത്യം നിർവഹിച്ചതായി അറിയിച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്താണ് മലയാള ജനതാ ലൈവ് കാണുന്ന പ്രേക്ഷകർ പൂർവ്വ വിദ്യാർത്ഥി എന്നതൊക്കെ പറയാനുള്ളത്? എന്ത് പറയാൻ, വളരെ നല്ല ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. തത്വത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നമ്മൾ പൈസ കളക്ട് ചെയ്ത് കൊടുത്ത സാധനമാണ്. പക്ഷെ നമ്മൾ കാര്യത്തിൽ അതിനകത്ത് ഇരിക്കേണ്ടി വന്നില്ല. 85-86 കാലഘട്ടത്തിലാണ് എന്തായിരുന്നാലും അതുപോലെ തന്നെ ഊഷ്മളമായിട്ടുള്ള പരിപാടി ഇനിയും നടക്കാനുണ്ട്. രാത്രി വൈകുവോളം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. എന്തായിരുന്നാലും പഴയ ആൾക്കാരെ കുറേ പേരെ കാണാൻ പറ്റും. ഈ കൂട്ടായ്മ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ടുള്ളത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാലും മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയോട് നമുക്കുണ്ട്. മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് എങ്ങനെയാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പഴയ കൂട്ടുകാരെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ഞാനും GRN മന്ത്രിയെല്ലാം ഈ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. സമയത്തുള്ളതാണ്. ഈ സ്കൂളിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വികാരമാണ്. അത് പറഞ്ഞറിയിക്കാനുള്ളത്, തന്നെ അത് അനുഭവിക്കുന്നത്. തീർച്ചയായും ഇത് ഈ സ്കൂളിൽ കയറുമ്പോൾ തന്നെ ഞാൻ ആദ്യം പോയല്ലോ ഞാൻ പഠിച്ച 10D ആ ക്ലാസ്സിൽ എങ്ങനെയാണ് പഴയ ആ സ്കൂളിന്റെ ഇപ്പോ അത് പൊളിച്ചു കഴിഞ്ഞ് പുതിയത് കെട്ടാൻ പോകുന്നുള്ള ഒരു ഒരിക്കലും പാടില്ല. അതൊരു തീർച്ചയായും സംരക്ഷിക്കേണ്ട ഒരു ഏരിയയാണത്. കാരണം പൈതൃകം കാത്തു സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ടത് തീർച്ചയായും അത്യാവശ്യമാണ്. അത് ഒരിക്കലും നശിക്കാൻ പറ്റില്ല. അത് ഈ സ്കൂളിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ്. ആ ബിൽഡിംഗ് നശിക്കാൻ പാടില്ലെന്നാണ് സത്യത്തിൽ നിന്ന് സംഘടന ഉണ്ടാക്കിയത് തന്നെ. ഈ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. എന്നാലും ഈ ലൈവ് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം പല ആളുകൾ എത്തിയിട്ടുണ്ട്. എന്നാലും വളരെ വൈകിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് അത് പോകേണ്ടത്. എന്നാലും നേരത്തെ നമ്മൾ മലയാള ജനതാ ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്തിരുന്ന മുൻഭാഗത്തെ ഒരു ബാറിന് വേണ്ടി ഇതിന്റെ ഒരു വാതിൽ അഥവാ മുൻപ് ഉള്ള ആ ഗേറ്റ് പൊളിച്ചുകൊണ്ട് മറ്റൊരു ഗേറ്റ് നിർമ്മിക്കുന്നത് ഓപ്പോസിറ്റുള്ള ഒരു മദ്യഷാപ്പിന്റെ ലൈസൻസിന് വേണ്ടിയാണെന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതിനനുസരിച്ച് ഇപ്പോൾ ഇല്ല, അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്നുള്ള മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പുനഃക്രമീകരണം നടന്നതെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. എന്നാലും അത് പിന്നീട് പണി നിർത്തിവെച്ചു. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഒരു സ്കൂളിലേക്ക് പഠിച്ച പല ആളുകളും നേരത്തെ സൂചിപ്പിച്ചത് തന്നെ പല തെമ്മാടികളും അടിപിടി അക്രമങ്ങളായി നടന്ന ആൾക്കാരൊക്കെ ഇന്ന് ഉന്നത നിലയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഈ ഒരു വിദ്യാലയത്തിൽ നിന്ന് അന്ന് കിട്ടിയ ശിക്ഷണത്തിന്റെ ഭാഗമാണ് എന്നതിനെ മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് ആ ശിക്ഷണം അധ്യാപകരിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടം എന്ന് പങ്കുവച്ചുകൊണ്ട് പലരും സംസാരിച്ചത്. കാരണം അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ ശിക്ഷിച്ചാൽ അതൊരു ശിക്ഷാ നടപടിയായി മാറി അതൊരു ജയിലിലേക്ക് പോകുന്ന അവസ്ഥയിലായതുകൊണ്ട് പലപ്പോഴും അധ്യാപകർ ഇപ്പോൾ കുട്ടികളെ ശാസിക്കുന്ന പരിപാടി പോലും ഇല്ല. അത് സത്യത്തിൽ വളരെയധികം ദൂരവ്യാപകമായ അപകടം ഉണ്ടാക്കുമെന്നാണ് ഈ ഒരു സംഗമത്തിൽ പറയാൻ സാധിച്ചത്. അതായത് ഈ ലൈവിടെ വൈൻഡപ്പിയാണ്. പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു അനുഭവം നിങ്ങൾക്ക് ഈ കമൻസിൽ പങ്കുവയ്ക്കാം. എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ.